സമയം 3 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് അടുത്ത മണാലിയുടെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അത് മൊണാസ്ട്രിയാണ്, ബുദ്ധിസ്റ്റ് കാണുന്നത്. അപ്പൊ നമ്മുടെ ഒപ്പരമുള്ള കുറച്ച് പേര് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനൊക്കെ പോയിരിക്കണം. നമ്മളിങ്ങനെ അപ്പൊ വിചാരിച്ചു പുറം ഔട്ട്സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പുറത്തായിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്തോ ഒരു മന്ത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിച്ച് നടക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാനേ. മന്ത്രം അറിയില്ല. നമുക്ക് അറിയുന്ന ദൈവത്തിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. ഇത് ഈ ടെമ്പിളിന്റെ ഔട്ട്സൈഡാണ്. നമ്മൾ ടെമ്പിളിന് ചുറ്റും ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്യേണ്ട എല്ലാ സ്ഥലങ്ങളും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു റോഡാണ് ഇവിടുത്തെ. അതെ അതെ, എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും വിത്തിൻ 2 കിലോമീറ്റേഴ്സിനുള്ളിൽ തന്നെ അങ്ങനെയാണ് തോന്നുന്നത്. അതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു റോഡ് റോഡ് അല്ലേ? അവിടെ തന്നെയാണ് ഏകദേശം എല്ലാ നമുക്ക് മാർക്കറ്റ്, അതായത് എല്ലാ സാധനങ്ങളും ചീപ്പായിട്ട് അതെ. എന്തെങ്കിലും നമ്മൾ മിസ്സായി പോയിട്ടുണ്ട്, ക്യാപ്പൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എല്ലാം അടുത്തടുത്ത് പ്ലേസുകൾ തന്നെയാണ് കാണുന്നത്. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഇത് വളരെ ഹൈലൈറ്റ് ആണേ. മലയിൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് തോന്നുന്നല്ലേ ഈ ഏരിയ മൊത്തം. ഇന്നലത്തെ നമ്മുടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. നമ്മള് റെയിൻ ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ അങ്ങനെ പെയ്യുന്ന കാര്യം അത് ഫെബ്രുവരി എൻഡ് ആകും, ഓൾമോസ്റ്റ് ഒന്ന് കുറഞ്ഞു വരുന്ന സമയമാണ്. നമ്മൾ അങ്ങനെ നോക്കി വന്നതും. പക്ഷെ അതൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. അവര് പറഞ്ഞായിരുന്നു ഇത് ആക്ച്വലി ഡിസംബർ ജനുവരിയിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ നമുക്ക് അതും എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തീരും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും അത്യാവശ്യം റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ റെഡിയായി വരാനുള്ളൊരു സമയം കിട്ടിയത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആദ്യം പോയി ഔട്ട്സൈഡ് നിന്ന് കണ്ടു. പിന്നെ ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യണം, ബൂട്ട്സ് ഇടണം, പെട്ടെന്ന് ചെന്നതാ. പക്ഷെ ഒരു ഓൾമോസ്റ്റ് 2 hours കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു. മണാലി വന്നിട്ട് നിങ്ങളുടെ ഫുഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫുഡ് വൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ സൗത്ത് നിന്ന് പ്രത്യേകിച്ച് വന്നതുകൊണ്ട് നമുക്ക് റൈസിനോടുള്ള ഒരു കമ്പം, ദോശ ഇഡലി ഒക്കെ കിട്ടുമെന്നുള്ള ഒരു ഇതുണ്ടാകും. ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചൈനീസ് ഫുഡ്, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ലിമിറ്റ് ചെയ്ത് കഴിക്കാതിരിക്കുന്നതായിരിക്കും. ഇവിടുത്തെ സ്പെഷ്യലായിട്ട് അതായത് റോട്ടി, പിന്നെന്താടി പൊറോട്ട, ഐറ്റംസ് ഒക്കെ നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു. നമ്മൾ കഴിച്ച 2 സ്ഥലത്തുനിന്നും നമ്മൾ കുറച്ച് പേര് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊള്ളില്ലായിരുന്നു. കേരള ഫുഡ് ഇവിടെ കഴിക്കാൻ പറ്റും നല്ലത്. നമ്മൾ പരത്തി കണ്ടുപിടിക്കുകയാണ്. കേരള ഫുഡ് കഴിക്കുന്നത് എവിടെയെങ്കിലും കിട്ടുകയാണെന്ന് നമ്മൾ പറയുന്നതാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളി ടെമ്പിളാണ്. നല്ലൊരു പീസ് ഉണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, പ്രയർ നടക്കുന്നുണ്ട്. നമ്മുടെ പീസ് 1 മിനിറ്റ് താഴെ ഉള്ളായിരുന്നു. പക്ഷെ നമ്മളിത് കൂർഗിൽ വെച്ച് കണ്ട അത്രയും വലുതല്ല തോന്നല്ലേ? ചെറുതാണ്, ആൾക്കാരും കുറവാണ്. ഒരുപാട് കമ്മ്യൂണിറ്റി പോലെയാണ്. ആൾക്കാരും എല്ലാരും ഉണ്ടായിരുന്നില്ലേ? അവര് താമസിക്കുന്ന ഒരു പ്ലേസ്. അങ്ങനെ ആൾക്കാർ പുറത്തുനിന്ന് നടക്കുന്ന കാണുന്നില്ല അല്ലേ? 1600 കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ സംഭവമാണ്. അത്രയ്ക്ക് പഴക്കമുണ്ട്. മെഡിറ്റേഷൻ യൂസ് ചെയ്ത സംഭവം എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും കൊള്ളാം. സമയം 4:45. തണുപ്പിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കുറെ സെറ്റ് ഉണ്ട്. ആ കാണുന്നവരാണ് കുറെ പേർ കഴിവ് വയ്ക്കുന്നത് ഈ അലാദികൾ.
തണുത്ത ചായ തണുപ്പത്ത് നോട്ട് തണുത്ത ചായ ഹോട്ട് ടീ. दिल की खता भी है क्या, मुझको गिला भी है क्या, अरे इस दिल लगी के सिवा दिल ने किया भी है क्या, आशिक है ये चौनैया मैं क्या करूं, दिल पे मेरा जोर नहीं अब मैं क्या करूं, आशिक है ये चौनैया मैं क्या करूं, दिल पे मेरा जोर नहीं अब मैं क्या करूं, ये दिल दीवाना दीवाना है, ये दिल दीवाने ने मुझको भी कर डाला दीवाना, मैंने उसके शहर को छोड़ा, उसकी गली में दिल को तोड़ा, फिर भी सीने में धड़कता है ये दिल, मैंने दिल से उसे निकाला, जो ना करना था कर डाला, फिर भी याद उसी को करता है ये दिल दीवाना दीवाना है ये दिल. ഹലോ അപ്പൊ ഇപ്പൊ സമയം 10 മണി. നമ്മള് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ. ഇന്നലെ നമ്മള് മൊണാസ്ട്രിയിൽ പോയി, അടിങ്ക ടെമ്പിള്, ടിബറ്റിയൻ മൊനാസ്ട്രി, മോൾ റോഡ്, അതെ, ഒത്തിരി സ്ഥലങ്ങൾ കവർ ചെയ്തു. ഇന്നിപ്പോ നമ്മള് പോകുമ്പോൾ ചിത്ര ഇവിടത്തേക്ക് നമ്മളിപ്പോ ഷോളൻ വാലിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ അതിനു മുന്നേ നമ്മൾ ഇന്നലെ നമുക്ക് വശിഷ് ടെമ്പിൾ കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ആദ്യം വശിഷ് ടെമ്പിളിൽ പോയി അവിടുത്തെ ഭംഗിയും കൂടെ കണ്ടിട്ട് ഷോളൻ വാലിയിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാവുന്ന. അപ്പം ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ, ബട്ട് നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് ഉള്ളത്. കിലോമീറ്റർ മലേന്റെ മേലോട്ട് വേറെ സെപ്പറേറ്റ് വണ്ടി പിടിച്ചിട്ടാണ് നമ്മൾ വസിഷ്ഠ ടെമ്പിളിൽ എത്തിയിരിക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. അവിടെ വരുന്ന വഴിക്ക് മൊത്തം മാർക്കറ്റാണ്. അത്യാവശ്യം ഇതുപോലെ തന്നെ കാര്യങ്ങൾ, മഫ്ലേഴ്സ്, പിന്നെ വൂളൻ ഡ്രസ്സസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നടന്ന് നമ്മൾ ഉള്ളിലോട്ട് വന്നു. അമ്പലം അടിപൊളിയാണ്. എല്ലാം കല്ലുകൊണ്ട് ഉണ്ടാക്കിയ നല്ല തണുപ്പ് അതിൻ്റെ ഉള്ളില്. പിന്നെന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരു 4000 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇതെന്ന്. അതിന്റെ പേരിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ വസിഷ്ഠ മുനി തപസ്സിരുന്ന സ്ഥലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത ഹോട്ട് ബാത്ത് വാട്ടർ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അമ്പലക്കുളം പോലെ ഇവിടെ ചെറിയൊരു ടബ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും. അതിൽ ഹോട്ട് വാട്ടർ ഉണ്ട്. അപ്പോൾ മെൻസിനും വുമൻസിനും സെപ്പറേറ്റ്. അവിടെ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം എന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഇറങ്ങി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങളൊക്കെ മുക്തി നേടുമെന്നാണ് അവരുടെ ഒരു ഹീലിംഗ് പ്രോസസ് നടക്കുന്നതാണ്. നമ്മൾ ഇറങ്ങിയില്ല അങ്ങോട്ടേക്ക്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് കുളിക്കുന്നതല്ലേ അല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം, കുറെ ലേഡീസ് കുളിക്കുന്നത് കണ്ടു. ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഒരു രാം ടെമ്പിൾ കാണുന്നുണ്ട്. അതായത് രാമനും സീതക്കും ഫാമിലിക്കും ഇവിടെ വന്ന് താമസിക്കാനും അതുപോലെ തന്നെ വസിഷ്ഠമുനിയെ കാണാനും പറ്റാൻ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ അമ്പലം എന്നാണ് പറയപ്പെടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതെ, കാണുമ്പോൾ ഒരു ആശ്രമം പോലെ തന്നെയുണ്ട്. അമ്പലം എന്നല്ല, ഒരു പണ്ടൊക്കെ താമസിക്കുന്ന ഒരു ആശ്രമത്തിന്റെ ഒരു അല്ലേ. അപ്പം നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഇവിടെ ബേസിക്കലി 3 ടെമ്പിൾസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് താഴെ നമ്മൾ കയറി വരുമ്പോൾ ഒരു ശിവ് മന്ദിറുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ദേവിയുടെ മന്ദിറുണ്ട്. കുറച്ച് മേലോട്ട് വന്നു വരുമ്പോൾ ഒരു രാം ടെമ്പിൾ ഉണ്ട്. 3 ടെമ്പിൾ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. നല്ല വുഡൻ വർക്ക്സ് എല്ലാം ഉണ്ട്. എല്ലാ വർക്കെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അത് കണ്ട് ഇഷ്ടപ്പെടാം. പിന്നെ ഇവിടെ ഉള്ളത് ഹോട്ട് വാട്ടർ. അത് വെച്ചാൽ നാച്ചുറൽ ഹോട്ട് വാട്ടറാണ്. ഒരു ഹീറ്ററും ഇല്ല, ഒന്നുമില്ല. അത് കുളിക്കാനായിട്ട് ജെൻസിനും ലേഡീസും സെപ്പറേറ്റ് ഉണ്ട്. അത് കൂടാതെ വേറൊരു വെളിയിലുണ്ട്, നമുക്ക് കാണാൻ പറ്റും. കൂടുതലുള്ളത് കൊണ്ടാണ് ഹോട്ട് വാട്ടറായിട്ട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, മെഡിറ്റേഷനൊക്കെ പറ്റിയൊരു സ്ഥലം.
खता भी है क्या, मुझको गिला भी है क्या, अरे इस दिल लगी के सिवा दिल ने किया भी है क्या। आशिक है ये चौनैया मैं क्या करूं, दिल पे मेरा जोर नहीं अब मैं क्या करूं। आशिक है ये चौनैया मैं क्या करूं, दिल पे मेरा जोर नहीं अब मैं क्या करूं। ये दिल दीवाना दीवाना है, ये दिल दीवाने ने मुझको भी कर डाला दीवाना। मैंने उसके शहर को छोड़ा, उसकी गली में दिल को तोड़ा, फिर भी सीने में धड़कता है ये दिल। मैंने दिल से उसे निकाला, जो ना करना था कर डाला, फिर भी याद उसी को करता है ये दिल। ये दिल दीवाना दीवाना है ये दिल। पता पता रहे ना किसी का यही कहे ये पल जिंदगी का अता पता रहे ना किसी का यही कहे ये पल जिंदगी का। कि खुद गर्द सी ख्वाहिश लिए बेसास भी हम तुम जिए है गुलाबी गुलाबी सवा। ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ മണാലത്തെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇവിടെ സ്റ്റേ കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. സ്റ്റേയും പിന്നെ സൈറ്റ് സീയിങ് ആക്ച്വലി 3 ദിവസം നമ്മളോട് സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഷിംലയിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. ഹോട്ടലിന്റെ പേര് ദിവാർ പൈ. ഹോട്ടലിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല സങ്കടം ഉണ്ടല്ലേ. നല്ല റൂംസ്, ഫുഡും സൂപ്പർ ഫുഡ്, സൂപ്പർ ഫുഡ്. നമ്മളിങ്ങനെ മാറി നിന്നിട്ട് ഫുഡിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ മഞ്ഞിന്റെ പറുദീസയോട് നമ്മൾ ബൈ ബൈ പറയുകയാണ്. जुनू सा जीने में जुनू सा सीने में एक जुनून एक दीवानगी हर तरफ हर तरफ. ഹായ് പറയൂ. We are in adventure. Bye. Guys, we are going to Everest. നമുക്ക് ആ സാരി എടുത്തോണ്ട് സാരി അതുവഴി പോവും, ഞാൻ ഇതുവഴി പോവും. നിനക്കൊരു ഉമ്മ ഉറപ്പാ ഞാൻ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. അയാളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നോടെ ഇൻ കേസ് മറ്റേ മൗസം ഖരാബ് ആയപ്പോ മറ്റേ യു കനോട്ട് ഫ്ലൈ പേ 200 rupees ഫോർ ദ ഇത് വെഹിക്കിളിന് മാത്രം. ഞാൻ പറഞ്ഞു എന്ത് കൂതറ ടേംസ് ആണ്, ഞാൻ ഓൾറെഡി ഇവിടെ തട്ടിച്ചൊക്കെ ഉള്ളത്, എന്ത് കൂതറ കണ്ടീഷൻ. ഇതിന് 200 രൂപ കൊടുക്കാം. അതെ. दिल की खता भी है क्या, मुझको गिला भी है क्या, अरे इस दिल लगी के सिवा दिल ने किया भी है क्या. आशिक है ये चौनैया मैं क्या करूं, दिल पे मेरा जोर नहीं अब मैं क्या करूं. आशिक है ये चौनैया मैं क्या करूं, दिल पे मेरा जोर नहीं अब मैं क्या करूं. ये दिल दीवाना दीवाना है, ये दिल दीवाने ने मुझको भी
कर डाला दीवाना। मैंने उसके शहर को छोड़ा, उसकी गली में दिल को तोड़ा, फिर भी सीने में धड़कता है ये दिल। मैंने दिल से उसे निकाला, जो ना करना था कर डाला, फिर भी याद उसी को करता है ये दिल, ये दिल। दीवाना दीवाना है ये दिल। अता पता रहे ना किसी का हमें, यही कहे ये पल जिंदगी का हमें। अता पता रहे ना किसी का, यही कहे ये पल जिंदगी का, कि खुद गर्द सी ख्वाहिश लिए बेसास भी हम तुम जिए है गुलाबी गुलाबी समा।